ഗായ്സ് ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ എന്ത് ഈ ഓട്ടർഷ നോക്കിയേക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോവാന്ന് കാണിച്ചു തരാം. നമ്മൾ താജ് കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് മൈ ഡ്രീമാണ് എനിക്ക് പോവാൻ പോകുന്നത്. താജ് കാണണമെന്നുള്ള ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹം ഇന്ന് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് താജ് കാണാൻ വേണ്ടി പോവാം. അവിടെ കാണാൻ പോകുന്ന എൻട്രി പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ശരിയോൺ. അപ്പം നമ്മളൊരു 5:30 ആയപ്പോഴാണ് താജ്മഹലിൻ്റെ എൻട്രിയുടെ അവിടെ എത്തിയത് തന്നെ. അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ പടനായകനെ പോലെ ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് സാജൻ ചേട്ടനാണ്. സാജൻ ചേട്ടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കുഞ്ചുവിൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾക്ക് ഡൽഹിയിൽ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഗാർഡിയനായി നിന്നത് സാജൻ ചേട്ടനാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിതുവരെ താജ്മഹൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൺറൈസിൻ്റെ കൂടെ തന്നെ താജ്മഹൽ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഓടുകയാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര ഡ്രീമാണ് ഇപ്പോൾ കം ട്രൂ ആവാൻ പോകുന്നത്. താജ്മഹൽ കാണാൻ പോവാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ റെഡിയായി ഇവിടെ വന്നേക്കണത്. സൺറൈസ് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും സൺറൈസോട് കൂടി താജ്മഹൽ വീഴാൻ പോവാണ്. സോ എക്സൈറ്റഡ്. പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ എൻട്രി ഗേറ്റിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ എൻട്രി നോക്കാം. ആ കാണുന്നതാണ് കേട്ടോ എൻട്രി ഗേറ്റ്. അവിടെ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട്. ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും. എന്താ പറയണത്, എനിക്ക് എന്റെ സന്തോഷം അത്ര അറിയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് സീ. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് താജ്മഹലിൻ്റെ എൻട്രി ഗേറ്റ്. ഇതുവഴിയാണ് നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ആദ്യം തന്നെ ഓടിക്കേറുകയാണ് ഗായ്സ്. അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ചുവിൻ്റെ ഹസ്ബൻഡ് സാജൻ ചേട്ടനും പിന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറും കൂടി, ഞങ്ങൾ 4 പേരും കൂടിയാണ് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ താജ്മഹലിൻ്റെ എൻട്രിയിലേക്ക് എൻ്റെ കാൽപാദങ്ങൾ ഞാൻ പതിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് മെയിൻ എൻട്രി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ഒരു കുഞ്ഞു വണ്ടിയുണ്ട്. അതിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളിതാ ഒരു കുഞ്ഞു വണ്ടിയിൽ ഗേറ്റ് വരെ പോവുകയാണ് കേട്ടോ. അതെ, 20 രൂപയാണ് ട്രാക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗേറ്റ് വരെ എന്താ ട്രാവലിംഗ് 20 രൂപ കൊടുക്കാൻ മതി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വില പേശി ഇപ്പോൾ ഒരു ഓട്ടോന് 450 രൂപയാണ്. നമ്മുടെ ഫുൾ റെഡ് ഫോർട്ട്, താജ്മഹൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് പറഞ്ഞിരിക്കുന്നത് 450 രൂപയാണ്. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ എൻട്രൻസിലാണ്ടോ ഗായ്സ്. ഇപ്പോൾ എൻട്രൻസിൽ നിന്ന് നമ്മളതേ കുറേ പോലീസുകാർക്ക് ഇരിപ്പുണ്ട്. നമ്മൾ എൻട്രൻസിൽ നിന്ന് ഇപ്പോൾ നേരെ താജ്മഹലിലേക്ക് കയറാൻ പോവുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. അതിലും കൂടിയ ഒരു ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മൾ പോവുകയാണ് ഗായ്സ്. വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഗായ്സ്, ഇതാണ് താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ചെയ്ത് കയറുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നല്ല, വേറൊരു സ്ഥലത്തു നിന്നാണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കയറുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് ആണിത്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി. നമ്മൾ കയറുന്നത് ഈ കവാടത്തിൽ നിന്നാണ്. ടിക്കറ്റ് എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കൗണ്ടറിലാണ്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് 200 രൂപയാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിലാണ് 200 രൂപ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഷാജഹാനെയും മുംതാസിനെയും ഖബർ കാണണമെന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കണം. അതല്ല നമുക്ക് താജ്മഹലിൻ്റെ പുറം മാത്രം കണ്ടാൽ മതി എന്നെങ്കിൽ ഒരാൾക്ക് 50 രൂപയേ ഉള്ളൂ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവരിതേ നമുക്കിങ്ങനെ എൻട്രി ആയിട്ട് ഇങ്ങനെ ഒരു കോയിൻ പോലത്തെ സാധനമാണ് തന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കോയിൻ പോലത്തെ സാധനം തന്നു. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രി ടോക്കൺ. ഈ ടോക്കൺ ഉപയോഗിച്ച് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. അതിനാണ് ഈ ടോക്കൺ യൂസ് ചെയ്യണത് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാം. ആ ചേട്ടൻ നമുക്ക് ഈ ടോക്കൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എന്തോ കാര്യം ഇങ്ങനെ കയറിയിട്ട് ആ സ്ഥാനത്തിൽ നിൽക്കിയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അതിൻ്റെ താഴത്തോട്ട് വരും. ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ് ഗായ്സ്. ഫുൾ റെസ്ട്രിക്റ്റഡ് ചെക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താജിൻ്റെ കണ്ടോ എൻട്രൻസ് കവാടത്തിലേക്ക് കയറാണ്. നമ്മുടെ ഇവിടെ കുഞ്ചുണ്ട്. അതേ നമ്മൾ ഗോപുരവാതിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു വാതിലേക്ക് കയറാണ്. ഭയങ്കര റെസ്ട്രിക്ഷൻസും അതേപോലെ ചെക്കിങ്ങും ഉണ്ട് ഗായ്സ്. കാരണം താജിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായ സുരക്ഷയോട് കൂടി തന്നെയാണ് അവർ നമ്മളെ കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് നമ്മളെ കടത്തി വിടുകയുള്ളൂ. ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ താജ്മഹലിലേക്ക് കാണാൻ ഇങ്ങനെ പോവാണ്. അപ്പം അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ കാണിച്ചത്. എനിക്കറിയില്ല, ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട് ഗായ്സ്. എനിക്ക് ഭയങ്കര സർപ്രൈസും ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ കാണാൻ സൈഡിൽ തന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. ഇനി അവിടെ ചെന്നിട്ട് എന്താണെന്നുള്ള റിയാക്ഷൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം.
അയ്യോ അത്ര സന്തോഷമുണ്ട്. അയ്യോ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗായ്സ്. ഇനി അവിടെ ചെന്നിട്ട് ആ എൻട്രൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് പറയാം. സത്യമായിട്ട് ഗൂസ് ബംസ് വന്നിട്ട് അയ്യാ പറയാൻ വാക്കുകളില്ല. ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ കിട്ടിയാലും കുട്ടികളും കൂടി. ഇനിയാണ് ഗായ്സ് ദേ ഇതാണ് നമ്മുടെ യഥാർത്ഥ കവാടം. താജ്മഹൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ കവാടത്തിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് റെഡ് വോൾസാണ്, എല്ലാം റെഡ് കളറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കും. കാണാൻ പോകാമല്ലോ. അപ്പതേ നമ്മള് കവാടത്തിന്റെ ഫ്രണ്ടിലെത്തി കയറാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് അറിയില്ല എന്താ നിങ്ങളോട് പറയേണ്ടതെന്നുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. വൺ ഓഫ് മൈ ഡ്രീം കം ട്രൂ മൂമെന്റ് ആണ്. എത്ര വർഷത്തെ എൻ്റെ കാത്തിരിപ്പാന്ന് പറയുമോ. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഇവിടെ വരാൻ പറ്റുമെന്നോ ഇങ്ങനെ കാണാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഓ ഡാർക്ക്നെസ് ഫീൽ ചെയ്യാണ് ഗായ്സ്. ഗൂസ് ബംസ്. എനിക്ക് വയ്യത് ടാജിൻ്റെ പകുതി ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓ ഗോഡ് ഇപ്പോൾ ഇരുട്ടായി. ഇനിയാണ് അവനെ ആ മൊമെൻറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഗായ്സ് ഇതെൻ്റെ എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിലും ആണ് താജ്മഹൽ കണ്ടത്, നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇതെടുക്കുന്നത്. ഒരു രക്ഷയില്ല മച്ചാമാരെ. നേരിട്ട് തന്നെ നിങ്ങൾ വ്യൂ കണ്ട് കറിയണം. അത്ര കിടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര കിടിലനാണ്. 7 വണ്ടേഴ്സ് ആയ താജ്മഹൽ അടുത്തത് കാണാൻ പറ്റുന്ന ഒരു ലക്കില്ലേ. ശരിക്കും ഭയങ്കര ഒരു ലക്ക് തന്നെയാണത്. ഒന്നും പറയാനില്ല ഗായ്സ്. ഒത്തിരി സന്തോഷമാണ്. നമ്മൾ കണ്ടു, ഫൈനലി നമ്മൾ കണ്ടു ഗായ്സ്. നമ്മളുടെ താജ്മഹൽ എന്ന വസന്തം നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ്. 7 വണ്ടേഴ്സിൽ ഒന്നായ നമ്മുടെ താജ്മഹൽ ഫൈനലി നമ്മൾ കണ്ടു ഗായ്സ്. ശരിക്കും ഈ ഒരു മൂമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടു എന്ന് തന്നെ പറയാം. താജ്മഹൽ ഞാൻ നേരിട്ട് കണ്ടു. ആ ഒരു മൊമെൻ്റ് അല്ലേ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കാട്ടൊക്കെ അപ്പുറമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റ് നമ്മളിങ്ങനെ നോക്കി ഈ ബ്ലിങ്കസി അടിച്ച് നിന്ന് പോവും. അപ്പോൾ ഇത് താജ്മഹലിൻ്റെ അങ്ങടേക്കുള്ള എൻട്രിയുടെ കവാടമാണ് കേട്ടോ. ഈ കവാടം ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു, അകത്തുനിന്നുള്ള വ്യൂ ആണിത്. അവിടെ നിന്ന് വരുമ്പോഴാണ് ഈ താജ്മഹൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് നമ്മുടെ ഷാജഹാൻ്റെ വീടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം താജ്മഹൽ പണിതേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് മുംതാസിൻ്റെ കബറിടം അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയാണ് താജ്മഹൽ അദ്ദേഹം പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ താജ്മഹൽ കാണാൻ വരുമെന്നോ ഡൽഹിയിൽ എത്തുമെന്നോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞങ്ങൾക്ക് 3 ആൾക്കും, ഞങ്ങൾ 3 ടീച്ചേഴ്സാണ്, 3 ടീച്ചേഴ്സിനും ഇവിടെ ഡൽഹിയിൽ ജോബ് കിട്ടി. അതിനോട് അനുബന്ധിച്ചാണ് ഞങ്ങൾ ഡൽഹിയിൽ എത്തിയത് തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ താജ്മഹൽ കാണാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് താജ്മഹൽ കാണാൻ വേണ്ടി എത്തിയത്. എത്തുമോ കാണുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ഡ്രീം സാക്ഷാത്കരിച്ച ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു ശരിക്കും താജ്മഹൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതുപോലെ ഒരുപാട് പേരും ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് താജ്മഹൽ കാണണം, അതിൻ്റെ ഉള്ളിൽ എന്താണ്, അവിടെ എന്താണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഗായ്സ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും താജ്മഹലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്